ഒരാൾ കാറുമായിട്ട് സിറ്റിയിലേക്ക് പ്രവേശിക്കരുത് എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചിരുന്നു. ഒരു 30 രൂപന്റെ ഓട്ടം ഓടിയിട്ടുണ്ടെങ്കിൽ അത് 20 രൂപയും പിന്നെ ഇന്ധനം കത്തിപ്പോവാണ്, പിന്നെ 10 രൂപ മിച്ചം കിട്ടുന്നത്. അതുകൊണ്ട് ആ വേദന എല്ലാം കൂടി അപ്പം മനസ്സിൽ തോന്നിയപ്പോൾ കമ്മീഷണർ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ഞങ്ങളുടെ വേദനകൾ സിറ്റി ഭരിക്കുന്ന ഭരണാധികാരികളോടല്ലാതെ ഞങ്ങൾ ആരോട് പറയും? ഈ കോഴിക്കോട് സിറ്റിയിലേക്ക് ഒരു ആള് കാറുമായിട്ട് വരരുതെന്ന് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ കാർ, ഞങ്ങൾ ടാക്സ് അടിക്കുന്ന കാർ, ഞങ്ങൾ നികുതി അടിക്കുന്ന കാർ, ഞങ്ങളെ ഇഷ്ടത്തിന് സിറ്റിയിലേക്ക് വരരുതെന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? നമസ്കാരം. നമ്മുടെ വലിയ നഗരങ്ങളെല്ലാം വല്ലാതെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വീർപ്പുമുട്ടുകയാണ്. ഓരോ ദിവസവും നിരവധി വാഹനങ്ങളാണ് പുതുതായി റോഡിലേക്ക് എത്തുന്നത്. എന്നാൽ റോഡാണെങ്കിൽ വികസിക്കുന്നുമില്ല. ഓണം പോലെയുള്ള ആഘോഷവേളകളൊക്കെ ഇത്തരം ഗതാഗത കുരുക്കിൽപ്പെട്ട് മണിക്കൂറുകൾ നമ്മൾ റോഡിൽ തള്ളി നീക്കേണ്ട സമയം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഓട്ടോ ഓടിക്കുന്ന നാസർ പെരുമണ്ണ എന്ന യുവാവ് സാമൂഹ്യ മാധ്യമത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഷൗക്കത്ത് അലിയെ പരാമർശിച്ചുകൊണ്ട് എഴുതിയിട്ട പോസ്റ്റ് വലിയ ശ്രദ്ധ നേടുന്നത്. ഒരാൾ മാത്രമായി കാർ എടുത്തുകൊണ്ട് കോഴിക്കോട് നഗരത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ ഗതാഗത കുരുക്ക് വല്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ, അല്ലെങ്കിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് വല്ലാതെ താൻ ബുദ്ധിമുട്ടിയപ്പോൾ തന്റെ ആത്മരോഷം കൊണ്ടാണ് താൻ ആ കുറിപ്പ് എഴുതിയത് എന്നുള്ളതാണ് നാസർ പെരുമണ്ണ നമ്മളോട് പറയുന്നത്. എന്തൊക്കെയായാലും ഇപ്പോൾ ഈ മറുനാടനൊപ്പം ഉള്ളത് നാസർ അഹമ്മദ് എന്ന ആ നാസർ പെരുമണ്ണയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് ആ കുറിപ്പ് എഴുതുന്നതിലേക്ക് നയിച്ച കാര്യങ്ങൾ, സാഹചര്യം എന്നുള്ളത്. എല്ലാവരും പറയണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ്. ഇപ്പോൾ അത് എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ വായിക്കുന്നു, അല്ലെ? എന്താണ് ഇതിലേക്ക് നയിച്ചൊരു സാഹചര്യം? ഞാൻ കോഴിക്കോട് സിറ്റിയിൽ 30 വർഷമായി ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞങ്ങളിത് അനുഭവിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ ഒരു കമ്മീഷണർ ഇങ്ങനത്തെ ആഘോഷവേളകളിൽ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഒരാൾ കാറുമായിട്ട് സിറ്റിയിലേക്ക് പ്രവേശിക്കരുത് എന്ന് ഒരു നിയമം പാസ്സാക്കിയതൊന്നല്ല, എല്ലാവരോടും അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോൾ നിർദ്ദേശം കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി അത് അന്ന് കുറച്ച് പ്രാബല്യത്തിൽ വന്ന്, അപ്പോൾ ആ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അന്ന് 1 മണിക്കൂറോളം ഗതാഗത കുരുക്കിൽ കുടുങ്ങിയിട്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പം ഞാൻ ചിന്തിച്ചത് ഇങ്ങനെ ഓട്ടോ ഓടിയിട്ട് ഇപ്പോൾ ഒരു 30 രൂപൻ്റെ ഓട്ടം ഓടിയിട്ടുണ്ടെങ്കിൽ അത് 20 രൂപയും പിന്നെ ഇന്ധനം കത്തിപ്പോവാണ്, പിന്നെ 10 രൂപ മിച്ചം കിട്ടുന്നത്. അതുകൊണ്ട് ആ വേദന എല്ലാം കൂടി അപ്പം മനസ്സിൽ തോന്നിയപ്പോൾ കമ്മീഷണർ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പം പല ആളുകളും എന്നെ വിളിച്ച് പറഞ്ഞു, അങ്ങനെ കമ്മീഷണർ ഫോട്ടോ ഒക്കെ വെച്ച് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വേദനകൾ സിറ്റി ഭരിക്കുന്ന ഭരണാധികാരികളോടല്ലാതെ ഞങ്ങൾ ആരോട് പറയും? അതാണ് ഞാൻ വിളിച്ചോടൊക്കെ പറഞ്ഞത്. അതെന്നാണ് ചാനലിനോട് പറയാനുള്ളത്. ഞങ്ങളുടെ വേദനകളാണ് ഞങ്ങൾ പങ്കുവെച്ചത്. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ അതിന് ചുവട്ടിൽ നമ്മൾ നിരവധി കമന്റുകൾ കാണുന്നുണ്ട്, അല്ലേ? 90-99% പേരും ഇക്കയുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളുകളുമാണ്. അതെ, 99% എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളാണ്. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റുകളൊന്നും അടിക്കും. ഞാൻ ഒരു 6 വർഷം പോലായി വരുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ. അതിൻ്റെ സഹപ്രവർത്തകരുടെ വേദനകൾ പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ വരലുള്ളത്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് കമന്റിലോ വരില്ല. ഇപ്പോൾ ഈ കുറച്ച് ആളുകൾ നമ്മളോടൊക്കെ ഭയങ്കര ദേഷ്യം ഓട്ടോ ഡ്രൈവർമാർ. അതൊന്ന് വെച്ചാൽ ഈ ഓൺലൈൻ ടാക്സിക്കാർക്കാണ് നമ്മളോട് ഭയങ്കര വിരോധമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരിൽപ്പെട്ട കുറച്ച് ആളുകൾ ഇങ്ങനെ വളരെ നെഗറ്റീവ് കമന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വിമർശിക്കുന്ന ആളുകൾ കുറച്ച് നെഗറ്റീവ് കമന്റ് ചെയ്യുന്നതല്ല, വേറൊരു ആളുകൾ എല്ലാവരും സപ്പോർട്ടിംഗ് ആണ്. പല ഉദ്യോഗസ്ഥന്മാർ സപ്പോർട്ടിംഗ് ആണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ സപ്പോർട്ടിംഗ് ആണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു വിഷയം മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ഇക്കയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കോഴിക്കോട് നഗരത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും നാസർക്ക് ഒരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ നിലപാടുകൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്, അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് കടക്കുന്നത്? അല്ല, ഞാൻ കാണുന്ന കാഴ്ചകൾ എൻ്റെ ഓട്ടോറിക്ഷയിൽ ഞാനിപ്പോൾ ഒരാൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാസഞ്ചർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വേദനകളും പ്രയാസങ്ങളൊക്കെ ചോദിക്കേണ്ടത് ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ പങ്കുവെക്കുന്നത്. പിന്നെ നമ്മളെ സഹപ്രവർത്തകരുടെ വേദനകളൊക്കെ എനിക്ക് കാലിക്കറ്റ് ഓട്ടോ ചങ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് കോഴിക്കോട് സിറ്റിയിൽ. 1000 പുറത്തുള്ളൊരു കൂട്ടായ്മയാണ് ഇവിടെ കോഴിക്കോട് സിറ്റിയിൽ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഓട്ടോ തൊഴിലാളി കൂട്ടായ്മയാണ്. അതിൽ വരുന്ന അഭിപ്രായങ്ങൾ ഞാൻ മനസ്സിലാക്കും. ഞാൻ പറയുന്നതിനും അവർ പറയുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരുടെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഒരു ആവശ്യം മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും. അപ്പൊ എന്തൊക്കെയായാലും കമ്മീഷണർ അത് കാണുമെന്നും അനുഭവപൂർണ്ണ നടപടി ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, ഇതിന് മുമ്പ് ഒരു 2 മാസം മുമ്പ് ഞാൻ ഇതേമാതിരി ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കമ്മീഷണർ എന്നെ വിളിച്ചു, ഓഫീസിലേക്ക് വിളിച്ചു, കാര്യങ്ങളൊക്കെ നേരിട്ട് അന്വേഷിച്ചു, എൻ്റെ പരാതികളൊക്കെ അദ്ദേഹത്തിനെ ബോധിപ്പിച്ചു.
അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന ചില നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ പക്ഷെ കൂടുതലൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല എന്താ എനിക്കറിയില്ല. അതേമാതിരി കമ്മീഷണർ ഓഫീസിൽ തന്നെ വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമുക്ക് സപ്പോർട്ടിംഗ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് പോലീസിൽപ്പെട്ടവർ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. അതായത് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കോഴിക്കോട് സിറ്റിയിലേക്ക് ഒരു ആള് കാറുമായിട്ട് വരരുതെന്ന് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ കാറ്, ഞങ്ങൾ ടാക്സ് അടിക്കുന്ന കാറ്, ഞങ്ങൾ നികുതി അടിക്കുന്ന കാറ്, ഈ കാറ് ഞങ്ങളെ ഇഷ്ടത്തിന് സിറ്റിയിലേക്ക് വരരുതെന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? അങ്ങനൊന്നും അധികാരമൊന്നും ആർക്കും ഇല്ല. പക്ഷെ നമ്മൾ ഇവിടെ ഒരു ആഘോഷവേളകൾ വരുമ്പോൾ നിങ്ങൾ വരരുതെന്ന് പറയും. നിങ്ങൾക്ക് ഈ സിറ്റിയിലേക്ക് നിങ്ങൾ കാറുമായി വന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥലത്ത് എത്താൻ പറ്റില്ല, നിങ്ങളുടെ ലക്ഷ്യസ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുകൂടി ഈ ചില നെഗറ്റീവ് കമന്റ് അടിക്കുന്നവർ മനസ്സിലാക്കണോ? അതുകൂടി ഞാൻ പറയുന്നതില്ല. അദ്ദേഹം പറയുന്നത് ഇതാണ്, അതായത് നമ്മൾ ആരോടും ആജ്ഞാപിക്കുകയൊന്നുമല്ല, ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഒരാളൊക്കെ കാറിനകത്തുനിന്ന് 5 പേർക്ക് ഇരിക്കാവുന്ന കാറിൽ ഒരാൾ മാത്രമായിട്ട് വരുമ്പോൾ അത്തരത്തിലുള്ളൊരു 100 കാറുകൾ കോഴിക്കോട് നഗരത്തിലേക്ക് എന്നല്ല, പ്രധാനപ്പെട്ട ഏത് നഗരത്തിലേക്ക് വന്നാൽ അത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാവും. അപ്പൊ അത്തരത്തിൽ ഒരാൾ മാത്രമായിട്ടൊക്കെ കാറിൽ വരുന്നത് ഒന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആഘോഷവേളകളിൽ മാത്രമല്ല, ഏത് സമയത്തും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. എന്ത് തന്നെയായാലും കോഴിക്കോട് സിറ്റി ഭരണകൂടം അതുപോലെ തന്നെ പോലീസ് കമ്മീഷണറും ഒക്കെ ഈ കാര്യത്തിൽ തനിക്ക് അനുഭാവപൂർണമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നാസർ പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.